Kera Kitchen. നിങ്ങൾ ഒരുപക്ഷെ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് എന്നൊക്കെ. അപ്പോൾ ക്രിസ്മസ് ഒക്കെ അടുത്തില്ലേ, നമുക്ക് ക്രിസ്മസ് ട്രീ ഒക്കെ ഇടണ്ടേ. എന്നും കുക്കിംഗ് ആയ ഭയങ്കര ബോറിംഗ് അല്ലേ. അപ്പോൾ ഇന്ന് ക്രിസ്മസ് ട്രീ എങ്ങനെയാണ് റെഡിയാക്കുന്നത് നമുക്ക് നോക്കിയാലോ. നമുക്ക് ആദ്യം ട്രീ വെക്കാനുള്ള ഒരു ടേബിൾ റെഡി ആക്കി വെക്കാം. നമുക്ക് നമ്മുടെ ട്രീൻ്റെ ആദ്യത്തെ പാർട്ട് ഒന്ന് വെക്കാം. എന്നിട്ട് അതിൻ്റെ ലീഫൊക്കെ ഒന്ന് നല്ലതുപോലെ ആക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട് ഞാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഓരോ ലീവ്സും ഞാൻ നന്നായിട്ട് ഇതേപോലെ വിതറി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ആകുമ്പോഴത്തേക്കും നമ്മുടെ മിഡിൽ പാർട്ടായിട്ടുള്ള സ്റ്റെമ്മ് കാണാതിരിക്കാൻ വേണ്ടിയാണ് ഇതേപോലെ നന്നായിട്ട് വിതറി വെച്ചിരിക്കുന്നത്. പിന്നെ താഴെയാണെങ്കിൽ നമ്മൾ കുറച്ച് സ്നോ ഫ്ലേക്സിൻ്റെ രീതിയിൽ കുറച്ച് കോട്ടൺ ബോൾസ് ഇട്ടിട്ടുണ്ട്. അതേപോലെ കുറച്ച് ഡെക്കറേഷൻസും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ട് ഇതിലേക്ക് ഫിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ആദ്യത്തെ പാർട്ടിലെ ലീവ്സൊക്കെ എങ്ങനെ ആക്കിയോ അതേപോലെ തന്നെ നമുക്ക് ആക്കിയെടുക്കാം. ഇതേപോലെ ഓരോ ലീവ്സും നമ്മൾ നല്ലതുപോലെ ഇങ്ങനെ വിടർത്തി കൊടുക്കണം. അവരാകുമ്പോഴത്തേക്ക് അതിൻ്റെ സ്റ്റെം നേരത്തെ പറഞ്ഞ പോലെ കാണാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതിനോടൊപ്പം ട്രീ നല്ലതായിട്ട് ഇതേപോലെ വിടർത്തിയൊക്കെ കൊടുക്കുകയാണെങ്കിൽ ട്രീ തന്നെ കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മൾ രണ്ട് പാർട്ട് ഇതേപോലെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ലൈറ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. കാരണം മൂന്നാമത്തേനും കൂടെ ഫിക്സ് ചെയ്താൽ ഒത്തിരി പൊക്കമായി കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് ഇടാൻ അല്പം പ്രയാസമായിരിക്കും. അതുകൊണ്ട് നമുക്കിപ്പം ലൈറ്റ് ഇട്ട് തുടങ്ങാം. നമ്മൾ ലൈറ്റ് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഉള്ളിൽ നിന്നും നമ്മൾ പുറത്തേക്ക് ഇതേപോലെ ലൈറ്റിങ് ചുറ്റിച്ച് കൊണ്ടുവരണം. എന്നാലേ അതിനൊരു പ്രത്യേക ഭംഗി കാണത്തുള്ളൂ. നമ്മളിനിയും അടുത്ത സ്റ്റെമ്മ് വെക്കാൻ പോവുകയാണ്. അടുത്ത പാർട്ട് അതിൻ്റെ ലീവ്സ് എല്ലാം നമ്മൾ നേരത്തെ മറ്റ് പാർട്ടുകളിൽ ചെയ്തതുപോലെ നല്ലതായിട്ട് വിടർത്തി കൊടുക്കണം. അപ്പോൾ നമ്മളിപ്പം കുറച്ച് ഫ്ലവർ ഇതേപോലെ ബഡ്സ് നമ്മൾ ഇതിലേക്ക് വെക്കുന്നുണ്ട്. ആ സ്റ്റെം ഒന്ന് കാണാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇത് ഒരു സ്റ്റെമ്മ് കാണാതിരിക്കുകയും ചെയ്യും, അതുപോലെ കുറച്ചുകൂടെ ഭംഗി നൽകുകയും ചെയ്യും. ഈ ക്രിസ്മസ് ട്രീ ഒക്കെ ഉള്ളപ്പോഴത്തേക്കും കുറച്ച് മഞ്ഞൊക്കെ വേണമല്ലോ. സോ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് കുറച്ച് മഞ്ഞ് വരുത്താനായിട്ട് കോട്ടൺ ബോൾസാണ് വയ്ക്കുന്നത്. നമുക്കിനിയും ഡെക്കറേറ്റീവ് ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ സ്റ്റാറും ബെൽസുമാണ് ഞങ്ങളിപ്പം ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനിയും നമ്മുടെ വീട്ടിൽ നമുക്ക് ഉള്ളതോ അല്ലെങ്കിൽ നമ്മൾ മേടിച്ചതായിരിക്കുന്ന എല്ലാ ഡെക്കറേറ്റീവ് ഐറ്റംസ് നമുക്ക് ഇതിലേക്ക് തൂക്കി കൊടുക്കാം.
ഇതേപോലെ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡിസംബർ മാസം എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ക്രിസ്മസ് ആണല്ലോ ഓടി വരുന്നത്. അപ്പോൾ മിക്ക എല്ലാവരും സ്റ്റാറും ക്രിസ്മസ് ട്രീയും അവരുടെ വീട്ടിൽ ഇട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അഥവാ ഇട്ടിട്ടില്ലെങ്കിൽ ഇനിയും സമയമുണ്ട്, എല്ലാവരും ഇടുക. പിന്നെ ഈ ക്രിസ്മസ് ട്രീ ഞങ്ങൾക്ക് ഇവിടെ നാട്ടിലത്തെ പോലെ ഒത്തിരി ഐറ്റംസ് ഒന്നും കിട്ടാറില്ല. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഐറ്റംസ് വെച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ ഇതേപോലെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നാട്ടിലൊക്കെ ആകുമ്പോഴത്തേക്കും ക്രിസ്മസിൻ്റെ ആഘോഷം എന്ന് പറഞ്ഞാൽ ശരിക്കും വലിയൊരു ആഘോഷം തന്നെയാണ്. ഞാനത് കണ്ടിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ക്രിസ്മസ് വിശേഷങ്ങളും ക്രിസ്മസ് ട്രീയുടെ ഫോട്ടോയൊക്കെ അയക്കാൻ പറ്റുവാണെങ്കിൽ അയക്കുക. അതേപോലെ എൻ്റെ ക്രിസ്മസ് ട്രീ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ കോവിഡ് സീസൺ ആയതുകൊണ്ട് നമുക്ക് പലർക്കും പോകാനൊന്നും പറ്റത്തില്ല. എന്നാൽ വീട്ടിൽ ആയിരിക്കുന്ന ഫാമിലിയോടൊപ്പം നമുക്ക് നല്ല രീതിയിൽ ക്രിസ്മസ് ആഘോഷിക്കാം. എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിനും വക അഡ്വാൻസ്ഡ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.